പറയാൻ പോണ കേന്ദ്രത്തിൽ ബി.ജെ.പിക്ക് എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനും സംസ്ഥാനത്ത് വീണ്ടും ഒരു വട്ടം കൂടി അധികാരത്തിൽ വരാനും ഒക്കെ മുസ്ലിം ലീഗ് ഇടതു പാളയത്തിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാകും ഡോക്ടർ ഐസക്? ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷേ വളരെ അന്ധമായിട്ടുള്ള ഒരു CPM വിരോധം കാണിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ് ലീഗ്. ഇല്ല, ഈ കോൺഗ്രസ് ചെയ്യുന്ന പോലെ ആക്രോശം എല്ലാ കാര്യത്തിലും വരുത്തുന്നുണ്ട്. ഇല്ല, ചില കാര്യങ്ങളിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയം. ഒരു അനുകൂല മനോഭാവം എന്ന് വേണമെങ്കിൽ ഇപ്പുറത്തിരുന്ന് ഞാൻ അതൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ഷെയ്ഡ് താങ്കളുടെ ഇല്ല. അങ്ങനെയായിരുന്നു കേരള രാഷ്ട്രീയം. കേരള രാഷ്ട്രീയം സർവ്വകാര്യത്തിലും അപ്പുറത്ത് നിന്നാൽ എതിർക്കാന്നുള്ളതല്ല. അതിൽ ഏറ്റവും പ്രസിദ്ധം AK ആന്റണിയുടെ നിലപാടാണ്. ഹണിമൂൺ പീരീഡ് 3 വർഷം കഴിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ സമരം ചെയ്യില്ല. അങ്ങനെ പറഞ്ഞു. ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയാണ് കേരളത്തിൽ. നേതാക്കന്മാർ തമ്മിൽ ഒന്ന് കണ്ടാൽ ചിരിക്കുക, വർത്താനം പറയുക, വല്ല തർക്കം തീർക്കാൻ പറ്റും തീർത്തു പോവുക. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ മര്യാദയായിരുന്നു. അതെപ്പോഴും ലീഗ് പാലിക്കുന്നുണ്ട്, കോൺഗ്രസ് പാലിക്കുന്നില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്ന അന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം മുസ്ലിം ലീഗിന് ഇപ്പോഴില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാണ് അല്പം മുൻപ് പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പഴയൊരു രാഷ്ട്രീയ പാരമ്പര്യത്തിന് അനുസൃതമായിട്ടാണ് UDF നിൽക്കുന്ന ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ എന്താ രാഷ്ട്രീയം വരാ എന്നൊക്കെ ഞാനാരാ പ്രവചിക്കാനായിട്ട്? താങ്കളെപ്പോലെ ഒരാൾക്ക് ഉറപ്പായിട്ടും അത് കാണാൻ കഴിയുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ലീഗിന് ഇടതു മുന്നണിയിൽ ഒരു ഇടമുണ്ടെന്ന് ഡോക്ടർ TM തോമസ് ഐസക് കരുതുന്നുണ്ട്. ഇതൊക്കെ ഇടതു മുന്നിൽ വേണ്ട കാര്യങ്ങളാ. ഞാൻ പറഞ്ഞത് ശരിയാവില്ല. താങ്കൾക്കൊരു സ്വതന്ത്രമായ അഭിപ്രായം പറയാം? ഇല്ല, അതെന്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ബാക്കിയുള്ളതെല്ലാം ഈ കാര്യം തീരുമാനിക്കണം പാർട്ടിയും ഇടതു മുന്നണിയല്ലേ. അപ്പം അതിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്ന് വ്യക്തമാക്കിയാണ്. അതും ഞാൻ പറയാമല്ലോ. അങ്ങനെ ഒരു അജണ്ട ഇപ്പോൾ CPM ഇല്ല, ലീഗിനും ഇല്ലെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യങ്ങൾ അവിടെ നിന്ന് വെച്ചാൽ മതി.